അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നാടൻ ചിക്കൻ കറി കാണിച്ചു തരാം. ഇത് ഞാൻ ഒറ്റക്കൂട്ടിലാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ സംസാരിച്ച് കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ ക്ലീൻ ചെയ്ത ശേഷമാണ് 2.5 കിലോ ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് അത്യാവശ്യം ഒരു മീഡിയം പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരുണ്ട വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു പിടി കറിവേപ്പില ചതച്ചെടുത്തിട്ടുണ്ട്. 3 അധികം എരിവില്ലാത്ത വലിയ പച്ചമുളകാണ് ഞാനിവിടെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. പച്ചമുളകിന്റെ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ തേങ്ങയിൽ നിന്ന് ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1 ലിറ്റർ വെള്ളവും ചേർത്തു. പിന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത ഒരു തേങ്ങാപ്പാലാണ് ഇത്. ഇത് നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഞാനിത് ഒരു ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഉരുളി അടുപ്പത്ത് വെച്ച് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല് ഒന്നും കൂടി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചതച്ച പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ഇത്രയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇല്ലേ, നമ്മൾ കൈകൊണ്ട് ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടരുത്, അത് നോക്കി വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും, എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്താൽ മതി, ഇതിനധികം എരിവില്ല. ഇതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, മല്ലിപ്പൊടി ഒരുപാട് കൂടരുത്, 1.5 ടേബിൾ സ്പൂൺ മതിയാകും ഈ ഒരളവിന്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ചിക്കൻ്റെ എത്ര കിലോ ആണോ അതിനനുസരിച്ച് നിങ്ങൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത പൊടികളാണ്. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട്, കാരണം ഇത് തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു മണം ഉണ്ടല്ലോ. ഇതിവിടെ തിള വരുന്നുണ്ട് കേട്ടോ. ഇത് ഉരുളി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഗുണം ചൂടാകാൻ കുറച്ച് നേരം എടുക്കുമെങ്കിലും ഇത് ചൂടായി കഴിഞ്ഞാൽ ആ ചൂട് നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം പിന്നെ ഇത് നമുക്ക് ആ ചൂടിലൊരു വേരിയേഷൻ വരുന്നില്ല. അപ്പം അതാണ് ഈ ചൂട് കട്ടിയുള്ള പാത്രം ഇതിനൊക്കെ എടുക്കണം എന്ന് പറയുന്നത്. ശരിക്കും ഇതൊക്കെ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്ന, വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം എനിക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത്. കണ്ടോ, ഇതിവിടെ ഇപ്പം നല്ല തിളച്ചിട്ടുണ്ട്. എല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഈ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം, ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു നാടൻ ചിക്കൻ കറിയല്ലേ, അതുകൊണ്ട് തന്നെ ഇത് മൂടുന്നത് ഞാൻ വാഴയില കൊണ്ടാണ്. ഇതുപോലെ വാഴയില വെച്ചിട്ടാണ് ഞാൻ ഈ ഉരുളി മൂടുന്നത്. ഒരു പ്രത്യേക മണമായിരിക്കും ഈ ചിക്കൻ കറിക്ക്. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്നും ആയിട്ടില്ല, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. വീണ്ടും ഇത് ഇല കൊണ്ട് തന്നെ മൂടി കൊടുക്കാം. ഇല കൊണ്ട് ഇതുപോലെ മൂടിയ ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു അടപ്പ് വെച്ച് കൊടുക്കാം. ഒരു വലിയ അടപ്പുണ്ട്, ഇതങ്ങ് മൂടി കൊടുക്കണം. അപ്പോൾ ആ ഇലയുടെ മണം ഉള്ളിലേക്ക് കിട്ടാൻ ചെയ്യും. ഇതിൻ്റെ ഇത് വെളിയിലേക്ക് ഇതിൻ്റെ ആവി പോകത്തുമില്ല. ഇതിപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി നോക്കാൻ വേണ്ടും. ഈ ഇല ഇതിൽ നിന്ന് മാറ്റാം.
കൈ കൊള്ളുന്ന കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇനി ഒരു 15 മിനിറ്റും കൂടി ഇത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ഇത്രയും ചാറ് വേണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് വിളമ്പാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചുകൂടി ഇതിനെ ചാറിനെ ഒന്ന് വറ്റിക്കും. ഇതേ വാഴയില കൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി മൂടാണ്. ശരിക്കും നല്ല ഒരു മണമാണ് വരുന്നത് ഈ വാഴയിലയുടെ എന്നുള്ളത്. അപ്പോൾ വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ശരിക്കും ആ വാഴയിലേക്ക് വാടി ഈ ഇതിരിക്കുന്ന വെള്ളം ഇപ്പം ഇതിലേക്ക് വീണാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കയ്യിൽ ശരിക്കും പൊള്ളൽ വരുന്നത് പോലത്തെ ചൂടാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മൾ ഒട്ടും പറയത്തില്ല ഈ കറി കണ്ടാൽ നമ്മൾ എണ്ണ ചേർത്തിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ സവോളയൊക്കെ നമ്മൾ വഴറ്റിയിട്ടല്ലേ സാധാരണ ഉണ്ടാക്കുന്നത്. ഇത് അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് നല്ല ചൂട് ചെമ്പാവരി ചോറിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയോ പത്തിരിയോ നാനോ ചപ്പാത്തിയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് തീർച്ചയായിട്ടും എനിക്ക് റിപ്ലൈ തരണം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാടൻ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട. അതേപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. കണ്ടോ ആ കൊമ്പിൽ നെല്ലിക്ക നിൽക്കുന്നത്? ഈ നെല്ലിയാണ്. അന്ന് ഞാനൊരു 8-10 നെല്ലിക്ക ഉപ്പിലിട്ട് കുപ്പിയിലാക്കി നിങ്ങളെ കാണിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? ഇപ്പതേ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം പൊഴിഞ്ഞു വീഴാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വിളഞ്ഞിട്ടില്ല, പച്ച നെല്ലിക്കയാണ്. താഴെ എല്ലാം പൊഴിഞ്ഞു വീഴുന്നു കിടക്കുക. കണ്ടോ, പഴുക്കാതെ തന്നെ, അതായത് വിളയാതെ തന്നെ അത് പൊഴിഞ്ഞു വീഴുന്നു. അത് കണ്ടോ, ആ നിൽക്കുന്ന നെല്ലിക്ക എല്ലാം വിളഞ്ഞതാണ്. ശരിക്കും കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. പക്ഷെ നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. ഈ നെല്ലി നിങ്ങളെ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ണ് വിട്ടേക്കരുതേ. കണ്ടോ, ശരിക്ക് ഇങ്ങനെ മുന്തിരി പിടിച്ചിരിക്കുന്നത് പോലാണ് തോന്നുന്നത്. കാണാമോ? വെയിലടിക്കുന്നതുകൊണ്ട് എത്രത്തോളം കാണാമെന്ന് എനിക്കറിയില്ല. ആ കൊമ്പ് നിറച്ച് പിടിച്ചിരിക്കുക. നല്ല ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. ഇതിപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചിരുന്നതാണ് നിങ്ങൾക്ക്. കണ്ടോ? ഇപ്പം കണ്ടോ? ഈ തെറ്റിപ്പൂ കണ്ടോ? ഇതൊരു അപൂർവ ഇനം തെറ്റിപ്പൂവാണ്. സാധാരണ നമ്മൾ കാണുന്ന തെറ്റിയല്ല ഇത്. ഈ കറിവേപ്പിലയാണ് ഞാൻ സുലഭമായിട്ട് കറികളിലേക്ക് പറിച്ചിടുന്നത്. കണ്ടോ, നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള കരിവേപ്പില ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വിഷമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ധൈര്യമായിട്ട് നമുക്ക് കറികളിലിടാം. അതുകൊണ്ടാണ് ഞാൻ ഒരു പിടി കറിവേപ്പിലയൊക്കെ ഓരോ കറികളിലും ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ഈ കാണുന്നത് കുരുമുളകാണ്. ഇത് വളരുന്നതനുസരിച്ച് ഇത് പടർത്തി അങ്ങ് വിടും. ചെറുതാണ്. ഇത് നമ്മുടെ തുളസിയാണ്. ഇത് നമ്മൾ ജലദോഷവും പനിയൊക്കെ വരുമ്പം തുളസി കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തുളസിയിൽ നിന്നാണ് തുളസി ഇല പറിക്കുന്നത്. ഇപ്പം ഞാനീ പിടിച്ചപ്പോൾ തന്നെ എന്തൊരു മണമാണെന്നാണ് വരുന്നത്. ഇത്രയും നെല്ലിക്ക കണ്ടപ്പോൾ എനിക്ക് പറിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കുറച്ച് പറിച്ചതാണ്. പക്ഷേ കുറച്ച് പിഞ്ചും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇത് കേട് വന്നത്. ഇന്നലെ ഞാൻ കാണിച്ച നെല്ലിക്ക ഉപ്പിലിട്ടതാണിത്.
കാന്താരി മുളകൊക്കെ ഇട്ടിട്ടാണ് ഈ നെല്ലിക്ക ഉപ്പിലിട്ടിരിക്കുന്നത്. കണ്ടോ? വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം ഞാൻ. ഇതെന്താണെന്ന് അറിയാവോ? ഞാൻ നൊയമ്പിന് നാരങ്ങയുടെ തോട് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ, അതാണിത്. കുറേ എടുത്ത് ഞാൻ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ വീർത്ത് വന്നിരിക്കുന്നുണ്ടോ? അതെന്തെന്ന് വെച്ചാൽ ഇത്രയും ആയില്ലേ, ഇപ്പം നൊയമ്പ് സമയത്ത് ഞാൻ ഓരോ ദിവസമുള്ള നാരങ്ങയുടെ തോട് ഉപ്പിലിട്ടതാണിത്. അപ്പം അതുകൊണ്ടാണ് തോട് കുറേയൊക്കെ ഇങ്ങനെ അലിഞ്ഞ് ഇതിലേക്ക് ചേർന്നു, പിന്നെ കുറേ ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇനി അച്ചാറിടുമ്പോൾ എളുപ്പമായിരിക്കും.